ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ആനി റോയ്സ്. പിക്കാർട്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കുട്ടി പഴംപൊരിയാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കുക. ഈ പഴംപൊരി തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ അമൃതം പൊടിയാണ് ഉപയോഗിച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഹെൽത്തിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായി നമ്മളെപ്പോഴും പറയും പോലെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു പഴംപൊരി തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ 2 ഏത്തപ്പഴം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുക ഒരു 1/4 കപ്പ് അമൃതം പൊടിയാണ്. അത് നമുക്ക് ഈ ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു 1/4 കപ്പ് മൈദ കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തേങ്ങ ചിരകിയതാണ്. ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു 2 ടീസ്പൂൺ എള്ള് കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ പഞ്ചസാര കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു നുള്ളു ഉപ്പാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ലൂസാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാണ്. ഇതിപ്പോൾ ഇവിടെ ഒരുപാട് തിക്കല്ല, എന്നാവട്ടെ ഒരുപാട് ലൂസുമല്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം കൂടി ചേർത്ത് കൊടുക്കാം. ഈ പഴമെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ഇതൊന്നും ഉടഞ്ഞു പോകാതെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഈ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഈ പഴം ഓരോന്നായിട്ട് ഒരു സ്പൂൺ കൊണ്ടെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു വശം ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇതിപ്പോൾ ഇവിടെ ഇതിൻ്റെ 2 വശവും പാകത്തിന് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കോരി മാറ്റാം. ഇപ്പോൾ നമ്മുടെ അമൃതം പൊടി വെച്ചിട്ടുള്ള കുട്ടി പഴംപൊരി ഇവിടെ റെഡിയാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന്. നമ്മളിത് അമൃതം പൊടിയാണ് ചേർത്തിരിക്കുന്നതെന്ന് പറയുകയില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. അമൃതം പൊടി പഴമൊക്കെ കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവരത് നിർത്താതെ തന്നെ കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്